തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കേസിൽ കുട്ടിയുടെ മാതാവിന്റെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്മയുടെ സുഹൃത്തിന്റെ സ്ഥിരമായ മർദ്ദനമാണ് മരണകാരണമെന്നും ആന്തരികാവയവങ്ങളുടെ രക്തസ്രാവം നേരത്തെ മർദ്ദിച്ചതിൽ നിന്നും ഉണ്ടായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. സിജോ ബി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, ക്രൂരമായ പീഡനത്തിനൊടുക്കമാണ് ആ 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ മരണമെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ്. എങ്ങനെയായിരുന്നു പോലീസിന്റെ ഈ കേസിലെ അന്വേഷണം? പോലീസ് ഒടുക്കം എത്തിയ നിഗമനങ്ങൾ എന്താണ് അവിടെ നടന്നത്? ഇന്നലെ വൈകിട്ടാണ് 1.5 വയസ്സുള്ള അർഷിദിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടെ ഛർദ്ദിച്ചു. അതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. പിന്നെ ആശുപത്രി അധികൃതർ തന്നെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പിന്നീട് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. കുറെ മാസങ്ങളായി ഈ കുട്ടിയെ ഈ അഖിലയുടെ പങ്കാളിയായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള വ്യക്തി അയാൾ മർദ്ദിക്കുന്നുണ്ടായിരുന്നു. അഷ്കർ എന്നാണ് പേര്. മർദ്ദിക്കുന്നുണ്ടായിരുന്നു. മാറ്റി കണക്ട് ചെയ്യാം. എന്തായാലും അങ്ങേറ്റം ക്രൂരമായ മർദ്ദനങ്ങൾക്കൊടുക്കമാണ് വെറും 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരണത്തിലേക്ക് എത്തിയത്. അതിലിപ്പോൾ ഈ അമ്മയുടെ സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ സുഹൃത്തിന്റെ ക്രൂരമായ മർദ്ദനം കാരണമാണ് കുഞ്ഞിന്റെ മരണമുണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. ആന്തരികാവയവങ്ങളുടെ രക്തസ്രാവം നേരത്തെ മർദ്ദിച്ചതിൽ നിന്നുണ്ടായതെന്ന ഫൈൻഡിങ്സിലേക്കും ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും കുട്ടിയുടെ മാതാവിൻ്റെ ഈ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കുഞ്ഞിനെ ഇയാൾ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. സിജോ, കേൾക്കാമെങ്കിൽ തുടരാം. അങ്ങനെ അസ്കർ ദിവസങ്ങളോളം ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നു. പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ കുട്ടിയുടെ 2 കൈയും ഒടിഞ്ഞിരുന്നു. ഈ അസ്കറാണ് ഈ കുട്ടിയെ അന്ന് മർദ്ദിച്ചിരുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. പിന്നീട് ഈ ക്രൂരമായ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അസ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാൾ മർദ്ദിച്ചു എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുട്ടിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടും ഈ കുട്ടിയുടെ അമ്മ ഇതിനെ തടഞ്ഞിരുന്നില്ലേ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ അമ്മയുടെ അറിവോട് കൂടിയാണോ ഇത്തരത്തിൽ മർദ്ദനം ഒക്കെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള തെളിവ് ലഭിക്കുകയാണെങ്കിൽ കുട്ടിയുടെ അമ്മ അഖിലയും കൂടി പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അഖിലയെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യുന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും ഇതിനു മുമ്പ് കുഞ്ഞിന്റെ 2 കൈയും ഒടിഞ്ഞിരുന്നു. ആ സമയത്തും ഈ അമ്മയ്ക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇതിനകത്ത് അമ്മയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ പോലീസ് ഈ അമ്മയുടെ സുഹൃത്താണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള തുടർ നടപടികളിലേക്ക്, തുടരന്വേഷണത്തിലേക്ക് എങ്ങനെയായിരിക്കും കടക്കുക? ഈ അഷ്കറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഈ ആശുപത്രിയിൽ എത്തിച്ച സമയം മുതൽ തന്നെ പോലീസിന് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞാണ് ആശുപത്രിയിൽ പറഞ്ഞത്. അതൊട്ടും വിശ്വസനീയമായിരുന്ന കാര്യമല്ല. മാത്രമല്ല, പ്രാഥമികമായ പരിശോധനയിൽ തന്നെ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ കാണുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോയിരുന്നത്. നമ്മൾ രാവിലെ പോലീസുമായി സംസാരിക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം നടക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. വെറും 1.5 വയസ്സ് മാത്രമുള്ള ഈ കുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ആണ് ഇരയായിട്ടുള്ളത്. അങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ അഷ്കറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തിനാണ് ഇയാൾ ഈ കുഞ്ഞിനെ മർദ്ദിച്ചത്? ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛൻ ആരാണ്? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രാഥമിക വിവരങ്ങൾ ഉണ്ടോ നമുക്ക്, സിജോ? ഈ അഖില, ഈ കുട്ടിയുടെ അമ്മ അഖില നേരത്തെ വിവാഹിതയായിരുന്നു. അവരിൽ ഉള്ള വിവാഹത്തിലുള്ള കുട്ടിയാണിത്. പിന്നീട് ഈ
അഷ്കർ ഈ സ്ത്രീയുടെ അഖിലയുടെ കൂടെ കൂടുകയായിരുന്നു. ഇവർ തമ്മിൽ ഔദ്യോഗികമായി വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഇവർ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നുള്ള മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുട്ടി ഇവർക്കൊപ്പമുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവർ കുട്ടി അങ്ങനെ ഒരുമിച്ച് ഇവർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത അഷ്കറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ബോധപൂർവം പല സമയങ്ങളിലായി ആക്രമണം നടത്തുന്നത്. കുട്ടിയെ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുകയും ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങളോളം ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷമാണ് കുട്ടി മരണത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഭക്ഷണം കഴിക്കുന്നതിനിടെ ചോറ് കൊടുത്തു, അപ്പോഴത്തേക്കും ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുചെല്ലുന്നത്. പക്ഷേ നമുക്കറിയാം, ദിവസങ്ങളോളം അത്തരത്തിൽ മർദ്ദനമേറ്റ ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും മറ്റേ ശരീരമൊക്കെ കാണുമ്പോൾ ഡോക്ടർമാർക്കും ഒക്കെ സംശയമുണ്ടാവും. അങ്ങനെയാണ് ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിക്കുകയും വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ കുട്ടിക്ക് ദിവസങ്ങളോളം എന്തായാലും വലിയ വേദന ബാക്കിയാക്കുന്ന കൊടും ക്രൂരതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് നിരന്തരം ക്രൂരമായ മർദ്ദനത്തിനിരയാക്കി ഒടുക്കം കുഞ്ഞു മരിച്ചത്. മരണത്തിന് ഉത്തരവാദി ഇപ്പോൾ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണെന്ന് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായിരിക്കുന്നു. തുടർ നടപടികളിലേക്ക് കടക്കുന്നു പോലീസ്. വിശദാംശങ്ങൾ നൽകിയത് സിജോ.